എത്ര നേരമായിട്ട് 9 മണിക്കൂർ പുറപ്പെടണം, എന്നാലും നമുക്ക് രാവിലെ എത്താൻ പറ്റുള്ളൂ. ഏതായാലും ഞങ്ങൾ ഇവിടെ ഉണ്ട്, വേഗം വരീട്ടാ. ശരി. എന്താ ചെയ്യും, എത്ര നേരായി, ഇനി പോകണ്ടോ? പൈസ അക്കീമിനെ കാത്തിക്കണം, ഇപ്പൊ വരാന്ന്. എടാ പൈസ വരുന്നതാ, പോവാൻ പോയിരുന്നില്ല നമ്മോട് പോവാനേ. ഇതെന്ത് പോലെ ലാസ്റ്റ് സമയം ഇന്ന് അവർക്ക് നേരത്തെ വിളിച്ചു പറഞ്ഞു വരുന്ന. എടാ ഞാനും ഓനോട് നിൽക്കായിരുന്നേ, അങ്ങനെ ഡ്രസ്സ് പേക്കാൻ വേണ്ടി പോയതാണ്. 1/2 മണിക്കൂർ ഓനെ കാത്തുനിന്ന്. പിന്നെ എന്റെ ഓൻ വിളിച്ചായിരുന്നു നിങ്ങൾ വെഹിക്കിൾ പറഞ്ഞാണ്ട്. അത് എന്ത് പണിയാ? എന്താ ചെയ്യാ, എന്താ കാരണം എന്ന് അറിയണല്ലോ. ഈ എവിടെയോ അന്നേരം ഞങ്ങൾ കാത്തിക്കണ്ട്. എന്ത് അവസാനത്തെ സമയം ഇങ്ങനെ പറഞ്ഞേ, പോരാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞോ. ഞങ്ങൾക്ക് വേറെ ആളെത്തിച്ചൂടായിരുന്നോ? അനക്കെന്തൊരു പൈസക്ക് ബുദ്ധിമുട്ടുണ്ടാ? പിന്നെ എന്താണ് പ്രശ്നം? ഇത് അങ്ങാടി, ഞങ്ങൾ അങ്ങാടിയിലുണ്ട്, ഇങ്ങോട്ട് വാ. എന്താക്കില്ല ഇത് എവിടെ, എത്ര സമയം കാത്തിക്കണേ? എടാ ഒന്നുമല്ലടാ, ഞാൻ ഇപ്പൊ പോരാൻ വേണ്ടിട്ട് ഇപ്പൊ പൈസന്റെ അടുത്ത് പോയി ഡ്രസ്സ് പാക്ക് ചെയ്യാൻ വേണ്ടി പോയതാ വീട്ടില്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ അടുത്ത് വന്നിരുന്നു, പെട്ടെടുക്ക പോണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ ഒരു സ്ഥലം വരെ പോവാന്നല്ല. അപ്പൊ എന്നോട് മോള് ചോദിക്കണേ, നിങ്ങൾ ടൂറ് പോവല്ലേ, ഞാൻ നിങ്ങൾ ഫോൺ ചെയ്യുന്നത് കേട്ടല്ലോ. അപ്പൊ അത് മാത്രല്ല, എന്നെ ഓള് പറയാണ്, ഞാൻ സ്കൂളിൽ നിന്ന് ടൂറ് പോകാൻ നിന്നിട്ട് നിങ്ങൾ പോണ്ടാന്ന് പറഞ്ഞതല്ല, നിങ്ങൾ കൊണ്ടുപോകുന്ന വിചാരിച്ചിട്ടല്ലേ ഞാൻ പോവാതെ നിന്നത്. എന്നിട്ടിപ്പൊ ഞങ്ങളെ കൊണ്ടുപോകാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ടൂറ് പോവാന്ന് ചോദിച്ചു. എടാ ഇതൊക്കെ കേട്ടാണ്ട് എങ്ങനെ നമ്മൾ സന്തോഷത്തിൽ പോയി വരും? അത് ശരിയാണേ, ഞാനും എന്റെ കുട്ടികളായിട്ട് ഫാമിലി ടൂറ് പോയിട്ട് കുറേ. ഞാനാണെങ്കിലോ നമ്മൾ ഈ കമ്പനി അടിച്ച് എപ്പോഴും ടൂറ് പോവുകയും ചെയ്യും. അത് ശരിയല്ലേ. അയക്കീമേ, ഇന്ന് നമ്മൾ ആരും ടൂറ് പോണില്ല. അടുത്ത നമ്മളെ കുട്ടികൾക്ക് സ്കൂൾ ഇല്ലാത്ത ദിവസം നമ്മളെ 4 ഫാമിലിയും ഒരുമിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര പോകണം. ഓക്കെ?